ഈ പാപമോചനം എന്ന വീണ്ടെടുപ്പ് മനുഷ്യന് നൽകേണ്ടതിന് ദൈവമായിരുന്നവൻ മനുഷ്യ സാദൃശ്യത്തിലായി ഭൂമിയിൽ അവതരിച്ചപ്പോൾ അവന് ലഭിച്ച പേരാണ് യേശു. യേശു എന്ന വാക്കിന് അർത്ഥമുണ്ട്, വെറുതെ ഒരു പേരിട്ടതല്ല. യേശു എന്ന വാക്കിന് അർത്ഥം കൊടുത്തിരിക്കുന്നത് രക്ഷകൻ. എന്താ രക്ഷകന്റെ അർത്ഥം? എല്ലാ നിലകളിലും നാം ചിന്തിക്കുമ്പോൾ ഏതു മേഖലയിലും നമ്മെ രക്ഷിപ്പാൻ കഴിവുള്ളവൻ, പാപത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിവുള്ളവൻ, മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിവുള്ളവൻ, ഇന്ന് ഈ ലോകത്തിൽ പല നിലകളിൽ കടന്നു വരുന്ന എല്ലാ വിപത്തുകളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, എല്ലാറ്റിൽ നിന്നും സംരക്ഷിക്കുവാൻ കഴിവുള്ള ഒരു പൂർണ്ണ രൂപമാണ് യേശു എന്ന് പറയുന്നത്. യേശു കേവലം ഒരു മനുഷ്യനെ പോലെ കാണാനുള്ള ഒരു വ്യക്തിയല്ല. ഞാൻ ആദ്യമേ ഓർപ്പിച്ചതുപോലെ അവൻ ദൈവമായിരുന്നവൻ, ദൈവത്തോട് കൂടെ ഇരുന്നവൻ, ജഡമായി അവതരിച്ചവൻ. അപ്പോൾ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ആ പേര് സ്വീകരിക്കുമ്പോൾ, രക്ഷകൻ എന്ന പേര് തനിക്ക് കൊടുക്കുമ്പോൾ അതിന്റെ അർത്ഥം അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന പേരിടണം. അപ്പൊ ദൈവമായിരുന്നവൻ ജഡാവതാരത്തിൽ ഭൂമിയിൽ വന്നപ്പോൾ അവന് ലഭിച്ച പേര് യേശു എന്ന് പറയുമ്പോൾ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഒരു അർത്ഥം കൊടുക്കുന്നത് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് അവന് യേശു. അപ്പോൾ രക്ഷിക്കുവാൻ കഴിവുള്ള, പാപത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിവുള്ള, പാപത്തിന്റെ ആ ശക്തിയിൽ ആണ്ടുപോയ മനുഷ്യനെ, മരണത്തിന് വിധേയപ്പെട്ടു പോയ മനുഷ്യനെ അതിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കഴിവുള്ള മറ്റൊരു വ്യക്തിയുമില്ല ഭൂമിയിൽ, മറ്റൊരു നാമവുമില്ല ഭൂമിയിൽ. വിശുദ്ധ ബൈബിൾ പറയുന്നത് യേശുവിന് മാത്രമേ മനുഷ്യന് വീണ്ടെടുപ്പ് കൊടുക്കാൻ കഴിയത്തുള്ളൂ.